ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പാണ്. 252.75 പോയിൻറ്റ്സിൻ്റെ വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 1% ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നിഫ്റ്റിയിൽ വരാൻ പോകുന്നത്. ഇനി 1 മിനിറ്റാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ബാക്കിയുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇന്നലത്തെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വന്നിട്ടില്ല. കാരണം ഇന്നലെ വളരെ വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 582 പോയിൻറ്റ്സ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് തന്നെ ഇന്നലെ കുറച്ച് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ പറ്റി. ഓപ്പൺ ചെയ്തതിന് ശേഷം പോസിറ്റീവിലേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അതുകൂടാതെ ഇന്നൊരു 250 പോയിൻറ്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പും മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടൊരു ഡൗൺഫോളാണ് കാണുന്നത്. പക്ഷേ ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. ഭയങ്കര പ്രൈസ് റിജക്ഷനാണ് ഹയർ ലെവൽസ് എന്ന് കാണുന്നത്. അതായത് സെല്ലിംഗ് പ്രഷറാണ് നിഫ്റ്റിയിൽ കാണുന്നത്. പ്രീമിയം DK ബോത്ത് സൈഡ്സും ഉണ്ട്. ഇന്നലെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ഡേ ഹൈ ലെവലിലേക്ക് വരുന്നത് കാണാൻ സാധിച്ചു. നമ്മൾ ഇന്നലെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അറൗണ്ട് 2 o'clock വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണൊരു മൂവ്മെൻറ്റ് ഇന്നലെ വന്നിട്ടുള്ളത്. നമ്മൾ ആ ഒരു 140 വരുന്നത് വരെ വെയിറ്റ് ചെയ്തു. 130 1:30 വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. 140 ആയിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവൽ. ആ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്തിരുന്നു. അതിനുശേഷം ഒരു സൈഡ് വേസിലേക്ക് പോയതോടുകൂടി ഇന്നലത്തെ ട്രേഡിംഗ് അവസാനിപ്പിച്ചു നമ്മൾ ഇന്നലെ. അതിനുശേഷം 2 മണിക്ക് ശേഷമാണ് ഒരു മൂവ്മെൻറ്റ് വരികയും അതിനെ തുടർന്ന് ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും വന്നിട്ടുള്ളത്. ആസ് ഓഫ് നൗ നമുക്ക് ട്രേഡ്സ് ഒന്നും ഇല്ല. നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യണം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതേ ഉള്ളൂ. ഒരു നല്ലൊരു ഡൗൺഫോളോ വരുന്നുണ്ട്. ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസിങ്ങിന് മുമ്പ് തന്നെ നമുക്ക് ട്രേഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം.
പ്രീമിയം ഡി കെ ആണ് നിഫ്റ്റി കോൾ ഓപ്ഷനിൽ കാണുന്നത്. നല്ലൊരു ഡൗൺഫോൾ വരുന്നുണ്ട്. ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ സ്ട്രോങ് റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. പുട്ട് ഓപ്ഷനിലൊക്കെ ഓപ്പൺ ഹൈ ആണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ ചാർട്ടിൽ കാണുന്നത് ഒരു പ്രൈസ് റിജക്ഷൻ വന്നതായിട്ടാണെങ്കിലും ഓപ്പൺ ഹൈ ആണ്. അങ്ങനെയൊക്കെ ചില സമയത്ത് സംഭവിക്കാറുണ്ട്. ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് റീലോഡ് ചെയ്യുമ്പോൾ ഒരു 5 to 7 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണിക്കും. കോൾ ഓപ്ഷനിൽ നല്ല പ്രീമിയം ഡി കെ ഉണ്ട്. ഓപ്പൺ ചെയ്തത് 150 ലെവലിൽ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ അത് 70ലാണ് ട്രേഡ് ചെയ്യുന്നത്. 24,200 നോക്കുകയാണെങ്കിൽ ഹൈ വന്നിട്ടുള്ളതാണെങ്കിൽ 169. അപ്പോൾ ഒരു തരത്തിലും അത് നമുക്ക് ആവറേജ് ചെയ്യാനോ പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാനോ കഴിയില്ല. അതേസമയം പുട്ട് ഓപ്ഷനിൽ നോക്കുകയാണെങ്കിലും പ്രീമിയം ഡി കെ നമുക്ക് ഫസ്റ്റ് 1 മിനിറ്റിൽ തന്നെ ഒരു ഫ്ലക്ച്വേഷൻ കണ്ടു. അതിനുശേഷം ഒരു 10-20 പോയിൻറ്റ്സ് മാത്രമേ റിക്കവർ ആയിട്ടുള്ളൂ. അപ്പം അതും ആ ഒരു മൂമെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യണം. ആസ് ഓഫ് നൗ നമുക്ക് ട്രേഡ്സ് ഒന്നും ഇല്ല. മേ ബി ഒരു അപ്പ് മൂവ് അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് കോൾ ഓപ്ഷനിൽ വന്നതിന് ശേഷം ഒന്നുകൂടി ഫോളോ ആവുമോ നമുക്ക് നോക്കാം. പുട്ട് ഓപ്ഷനിൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എൻട്രി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓപ്പൺ ഹൈ തന്നെയാണ്. 148.80 ആണ്. 24,200 പുട്ട് ഓപ്ഷനിൽ. 100 പുട്ട് ഓപ്ഷനിലാണെങ്കിൽ 100 ആണ് ഡേ ഹൈ. ഓപ്പൺ ഹൈ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 6 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റീലോഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ചാർട്ട് എല്ലാ ഓപ്ഷൻ ചാർട്ടിലും നമുക്ക് കാണാൻ കഴിയും. സറോദയുടെ കേസാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആസ് ഓഫ് നൗ നമുക്ക് ട്രേഡ്സ് ഒന്നും ഇല്ല. ലോവർ ലോ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയിൽ കോൾ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ സ്പോട്ട് ചാർട്ടിലും ഒരു ഡൗൺഫോളാണ് വരുന്നത്. മേ ബി ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് വരുമോ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഹൈയിലേക്ക് വന്നതിന് ശേഷം ഒരു പുൾ ബാക്ക് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഒരു മൊമെൻറ്റം കോൾ ഓപ്ഷനിൽ വരികയാണെങ്കിൽ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഒരു സപ്പോർട്ട് ഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. യെസ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഡൗൺഫോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് പ്രീവിയസ് ഡേ ഹൈയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രീവിയസ് ഡേ ക്ലോസിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഒരു മൊമെൻറ്റം ഒരു പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും. 24,200 24,100 നോക്കാം. പുട്ട് ഓപ്ഷൻ ഇപ്പം ന്യൂ ഡേ ഹൈ ആണ് ഓപ്ഷൻ പുട്ട് ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. ഓപ്പൺ ഹൈ ആയിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുട്ട് ഓപ്ഷൻ്റെ ഡേ ഹൈ ലെവലിലേക്ക് വന്നു. ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ബൈയിങ് പ്രഷറാണ് സ്പോട്ടിൽ കാണുന്നത്. അതായത് പ്രീവിയസ് ഡേ ഹൈ ഓൾമോസ്റ്റ് വന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ലെവലിൽ നിന്നൊരു ബൈയിങ് പ്രഷർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് വന്നിട്ടുള്ളത്.
24,100 പുട്ട് ഓപ്ഷൻ അറൗണ്ട് 90 ട്രേഡ് ചെയ്യുന്നത്. ഡേ ഹൈ 100 ആയിരുന്നു, അതിപ്പോൾ 103 പോയിൻറ്റ് സംതിങ് വന്നിട്ടുണ്ട്. നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസ് ഒക്കെ നമുക്ക് വാച്ച് ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം. 24,100 കോൾ ഓപ്ഷൻ ആൻഡ് പുട്ട് ഓപ്ഷനാണ് നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ളത്. അറൗണ്ട് 90 തന്നെയാണ് രണ്ടും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അത് എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 24,900 ഒരേ സ്ട്രൈക്ക് പ്രൈസ് ഒരേ പ്രീമിയത്തിൽ തന്നെ രണ്ട് കോളും പുട്ടും ഒരേപോലെ തന്നെ ട്രേഡ് ചെയ്യുന്നുണ്ട്. അത് എടുക്കുമ്പോൾ മാറിപ്പോവാതിരിക്കാനും ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു സെറ്റപ്പിലേക്ക് വരുവാണെങ്കിൽ മാത്രം എൻട്രി എടുക്കുക എന്നുള്ളതാണ്. അതിന് ചിലപ്പോൾ നമുക്ക് 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്താൽ മതിയാവും, ചിലപ്പോൾ അതൊരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അതൊരു 50 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒരു ഉച്ചവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ വെയിറ്റ് ചെയ്യേണ്ടി വരും, എന്നാലും ചിലപ്പോൾ കിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാവണം. നമ്മൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എൻ്റർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഇത്രയും ഡൗൺ ആയതുകൊണ്ട് ഇത് ഇനി തിരിച്ച് കയറുമെന്നോ, ഇത്രയും ഡൗൺ ആയതുകൊണ്ട് ഇനി ഡൗൺ ആവില്ലെന്നോ, അല്ലെങ്കിൽ ഇത്രയും ഡൗൺ ആയതുകൊണ്ട് ഇനിയും ഡൗൺ ആവുമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എന്താണോ നമ്മൾ കാണുന്നത് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാം. അല്ലാതെ നമ്മൾ മാർക്കറ്റ് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമ്മൾ ആവശ്യമില്ലാത്ത പ്രഡിക്ഷൻസ് നടത്താതിരിക്കുക. അത് നമ്മൾ മോശമായിട്ടുള്ള ട്രേഡ്സ് എടുക്കാൻ നമ്മളെ എപ്പോഴും അതിലേക്ക് മാത്രമേ എത്തിക്കുള്ളൂ. നല്ല ട്രേഡ്സ് പ്ലാൻ ചെയ്യുക. ഇപ്പോൾ മാർക്കറ്റ് എങ്ങോട്ടാണ് വരുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം. അപ്പം അതിന് വേണ്ട പേഷ്യൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇങ്ങനത്തെ വീഡിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സപ്പോർട്ട് ലെവൽ ഫോം ചെയ്യുന്നുണ്ട് 24,100 ലെവൽ. ഇപ്പോൾ ഇതുവരെയുള്ള ഡേ ലോ എന്ന് പറയുന്നത് സ്പോട്ട് ലെവൽ 24,085.60 ആണ്. ഡേ ഹൈ 24,303.80 ആണ്. അപ്പോൾ 24,300 ഒരു മേജർ സപ്പോർട്ടായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഓൾറെഡി ബ്രേക്ക് ചെയ്തു ഗ്യാപ്പ് ഡൗണിൽ തന്നെ. അതിനുശേഷം ഒരു പുൾ ബാക്ക് 24,300 ലെവലിലേക്ക് വന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ലെവലിൽ നിന്നാണ് ഈ ഒരു ഫോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു പുട്ട് ഓപ്ഷൻ ഡേ ഹൈ ലെവലിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു എൻട്രി എക്സ്പെക്ട് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ആ ഒരു ലെവലിൽ നിന്ന് ആ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പ്രൈസ് റിജക്ഷൻ ആണ് ഡേ ഹൈ ലെവലിൽ നിന്ന്. പുട്ട് ഓപ്ഷനിൽ ഡേ ഹൈ ലെവലിൽ നിന്ന് ഒരു പ്രൈസ് റിജക്ഷനാണ് കാണുന്നത്. അതായത് പ്രീവിയസ് ഡേ വന്നിട്ടുള്ള ഡേ ഹൈ ലെവൽ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഡേ ഹൈ ലെവലിൽ നിന്ന് ഒരു സപ്പോർട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ട്രേഡ് ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ കാണാം. അഗെയിൻ നമ്മൾ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ റെഡിയായി. ഒരു റിവേഴ്സൽ സൈൻ ഓൾറെഡി തന്നു കഴിഞ്ഞു.
സ്പോട്ട് ചാർട്ട് നോക്കുകയാണെങ്കിൽ റിവേഴ്സൽ സൈന് ഒരു സൈൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കൺഫർമേഷൻ വരണമെങ്കിൽ ഡേ ലോ ബ്രേക്ക് ചെയ്താലും റിവേഴ്സ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പുട്ട് ഓപ്ഷൻ വീണ്ടും ഒരു 100 ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് ഡേ ഹൈ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു പുൾ ബാക്ക് ആയിരുന്നു, പ്രോപ്പർ സപ്പോർട്ടിലേക്ക് പോയി അവിടെ നിന്നും ഒരു അപ്പ് മൂവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡേ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എൻട്രി എടുക്കേണ്ടി വരും. അപ്പോൾ ഇതുവരെയുള്ള ഡേ ഹൈ എന്ന് പറയുന്നത് 103.35 ആണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് എൻട്രി എടുക്കുന്നു, ബുക്ക് ചെയ്യുന്നു. മേ ബി ഒരു 50 പോയിൻറ്റ്സ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. 24,100 പുട്ട് ഓപ്ഷൻ തന്നെയാണ് ട്രേഡിംഗ് അറൗണ്ട് 95. നമ്മൾ നേരത്തെ 100 എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആവറേജ് ചെയ്ത് കഴിഞ്ഞാലും അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് ഈ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രീവിയസ് ഡേ ക്ലോസിംഗ് ലെവലിലേക്ക് ഫോളോ ആവാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലൊരു എൻട്രി എടുക്കാനായിട്ട് പറ്റുള്ളൂ. എൻട്രി എടുക്കാതിരിക്കുന്ന റീസൺസാണ് നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോശം ട്രേഡ്സ് എടുക്കാതിരിക്കാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇതുവരെ ബ്രേക്കൗട്ടൊന്നും വന്നിട്ടില്ല. പുട്ട് ഓപ്ഷനിൽ 100 അഗെയിൻ റീടെസ്റ്റ് ചെയ്ത് ചെറിയൊരു പുൾ ബാക്ക് വന്ന് അവിടെ നിൽക്കുകയാണ്. നമുക്ക് നോക്കാം നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു റിവേഴ്സൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി ഒരു മൊമെൻറ്റം വന്നു കഴിഞ്ഞു. 20 പോയിൻറ്റ്സ് പ്രോഫിറ്റ് നമ്മളൊപ്പം മിസ് ചെയ്തു. ബട്ട് വെയിറ്റ് ചെയ്യാം. എക്സാക്ട്ലി പുട്ട് ഓപ്ഷൻ ഡേ ഹൈ ലെവൽ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഫോൾ ആവുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഡേ ലോ ലെവലിലേക്ക് വന്നു. ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു പുട്ട് ഓപ്ഷൻ. സോ ഒരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാം. മേ ബി ഒരു പുൾ ബാക്ക് കോൾ ഓപ്ഷനിൽ വരികയാണെങ്കിൽ അതുകൂടി കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു മൊമെൻറ്റം വന്നതിന് ശേഷം എൻ്റർ ചെയ്യാം ആഫ്റ്റർ കപ്പിൾ ഓഫ് മിനിറ്റ്സ്. ഒരു സപ്പോർട്ട് ഫോം ചെയ്തിട്ടുണ്ട് പുട്ട് ഓപ്ഷൻ ഡേ ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം.
ഞാനൊരു കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരുന്നു ഒരു 20 പോയിൻറ്റ്സിൻ്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് മിസ്സായി, എങ്കിലും അതൊരു ക്രിട്ടിക്കൽ ലെവലായിരുന്നു. $24,200 call option trading around 90. Okay. യെസ്, ഒരു പുൾ ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, ഒരു 30 പോയിൻറ്റ്സിൻ്റെ പുൾ ബാക്കാണ് കോൾ ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. നമുക്കൊരിക്കലും അത് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. പുട്ട് ഓപ്ഷൻ ഡേ ലോ ബ്രേക്ക് ചെയ്തു, എഗെയിൻ ഒരു ലോവർ ലോ വന്നിട്ടുണ്ടെങ്കിലും ഒരു റിക്കവറി ആണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് നോക്കാം, നമുക്ക് ഫർദർ എൻട്രീസ് വരുമ്പോൾ നമുക്ക് ഇനി നോക്കാം. ഓക്കെ, എഗെയിൻ പുൾ ബാക്കിന് ശേഷം വീണ്ടും ഒരു ബ്രേക്ക്ഔട്ട് അറ്റംപ്റ്റ് ആണ് കോൾ ഓപ്ഷൻ. നമുക്ക് ഇവിടെ നിന്നൊരു എൻട്രി എടുക്കാം കോൾ ഓപ്ഷൻ. $116 ആവറേജ് പ്രൈസ് 150 ആണ് എടുത്തിട്ടുള്ളത്. സ്ട്രൈക്ക് പ്രൈസ് 24 150 കോൾ ഓപ്ഷൻ. നമുക്കൊരു 130 വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 3 ലോട്ട് എടുത്തിട്ടുണ്ട്. 117 ആവറേജ് പ്രൈസ്. വെയിറ്റ് ചെയ്യാം. 130, അതുപോലെ തന്നെ 175 ആണ് 130 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത്. അത് 110ലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ,
ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ്, അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യാൻ. ഇപ്പോൾ ഓൾറെഡി 2500 റുപ്പീസിൻ്റെ ലോസിലാണ്. ഐ തിങ്ക് നമ്മൾ കുറച്ച് ലേറ്റായി ഒരു എൻട്രി എടുക്കാൻ എന്നാണ് തോന്നുന്നത്. അറൗണ്ട് 95 ലെവലിൽ എടുക്കണമായിരുന്നു, ബട്ട് അത് മിസ് ചെയ്തു. ബട്ട് ഒരു റീടെസ്റ്റ് വരുമോ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ 125 ലെവൽ 130 ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ബട്ട് സ്റ്റിൽ ഇതിൽ ഭയങ്കരമായൊരു റിസ്ക് ഉണ്ട് ഓൾറെഡി, കാരണം നമ്മൾ മിസ് ചെയ്തു, ആ ഒരു എൻട്രി പോയിൻ്റ് മിസ് ചെയ്തു. ബട്ട് ലെറ്റ്സ് വെയിറ്റ്. ഇനി നമുക്ക് ആഡ് ചെയ്യാതെ വെയിറ്റ് ചെയ്യാം. ഓൺലി തിങ് വി ക്യാൻ ഡു. ഒരു ബ്രേക്ക് ഔട്ട് ചാൻസ് ഉണ്ട്. മേ ബി 130 വരികയാണെങ്കിൽ നല്ല പ്രോഫിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ലോസ് ബെയറേണ്ടി വരും. പക്ഷെ 130 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 175 ആണ് മോസ്റ്റ് പ്രോബബ്ലി അത് വരാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു 160 ലെവലിലേക്കെങ്കിലും വരും. 30 പോയിൻറ്റ്സ് ഉറപ്പായിട്ട് നമുക്ക് കാണാം. ആ ഒരു ബ്രേക്ക് ഔട്ട് സെൻസ് ചെയ്തുകൊണ്ടാണ് ഞാനൊരു എൻട്രി എടുക്കാൻ തീരുമാനിച്ചത്. But wait, no way. ഓൾറെഡി നമ്മൾ 3000 റുപ്പീസിൻ്റെ അടുത്ത് ലോസിലേക്ക് വന്നു കഴിഞ്ഞു ഈ ഒരു പൊസിഷനിൽ. to 100 ലെവലിലേക്ക് വന്നു കഴിഞ്ഞു ഓൾറെഡി. തോന്നുന്നു ഈ ഒരു പൊസിഷൻ നമുക്ക് വെയിറ്റ് ചെയ്യുന്നതിനർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ബട്ട് യെസ്, ഒരു ബൈയിങ് പ്രഷർ ആൻഡ് റീടെസ്റ്റാണ് നമുക്ക് വേണ്ടത്. യെസ്, 2.5K ലോസ്, 107 ഗുഡ്. 130 ആണ്. നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു പൊസിഷനിലാണ് ഉള്ളത്. 2000 റുപ്പീസ് ലോസാണ് നമുക്ക് വന്നിട്ടുള്ളത് ആസ് ഓഫ് നൗ. ബട്ട് കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ കുറച്ചുകൂടി ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ആവുമോ നോക്കാം. 130 കമോൺ. യെസ്, 1000 ലോസ്. ഇറ്റ്സ് ഓൾറെഡി 115. നമ്മുടെ ആവറേജ് പ്രൈസ് 117 ആണ്. എക്സ്പെക്റ്റിംഗ് 130. കമോൺ. യെസ്, കോസ്റ്റിലെത്തിയിട്ടുണ്ട്. ഗുഡ്. കോസ്റ്റിലെത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ബട്ട് സ്റ്റിൽ വി ഹാവ് ടു വെയിറ്റ്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. 130 ആണ് വേണ്ടത്. ലെറ്റ്സ് വെയിറ്റ്. 130. കമോൺ. ജസ്റ്റ് ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 130 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൊമെൻറ്റം വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മുടെ റിസ്ക് റിമെയിൻസ് ദ സെയിം. നമ്മൾ മുമ്പ് പറയാറുള്ളത് പോലെ തന്നെയാണ്. 130 ഹിറ്റ് ചെയ്യുമോ നമുക്ക് നോക്കാം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ മതിയാവും. നോ മാറ്റർ വാട്ട്, വി ഹാവ് ടു വെയിറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പൊസിഷൻ കുറച്ച് റിസ്കി പൊസിഷനാണ്. മോർ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ടാർഗറ്റിംഗ് 130. കമോൺ. 120 വന്നു കഴിഞ്ഞു ഓൾറെഡി. 22 ഗുഡ്. ഇനിയൊരു സ്പൈക്ക് കൂടി വന്നു കഴിഞ്ഞാൽ 140, 130, 140 ലെവലിലേക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ്. നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് കോസ്റ്റിലേക്കുണ്ട്. വെയിറ്റ് പേഷ്യൻ്റ്ലി. കോസ്റ്റിലുണ്ട്. നമ്മുടെ ഒരു ഡിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 130 ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ്. പിന്നെ 160, 118 ഇപ്പോൾ. ഒരു സ്പൈക്കാണ് നമുക്ക് വേണ്ടത്.
പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. വൺസ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 130 ബ്രേക്ക് ആവും. അപ്പോൾ അതുവരെ നമ്മൾ ഇത് കുറച്ച് വെള്ളം കുടിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. $119, $120 ഗുഡ്, $21 ഗുഡ്. ഞാൻ സ്ക്വയർ ഓഫ് ചെയ്തു, കാരണം ഒരു ക്രിട്ടിക്കൽ പോയിൻ്റാണ്. നമ്മൾ നേരത്തെ എടുക്കേണ്ട ഒരു എൻട്രി ആയിരുന്നു, ആക്ച്വലി 95 ലെവലിൽ എടുക്കേണ്ട ഒരു എൻട്രി ആയിരുന്നു. നമ്മളൊരു 400 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തെങ്കിലും നമ്മൾ കോസ്റ്റ് എക്സിറ്റ് ചെയ്തതായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. നമുക്ക് റീ എൻട്രി ചെയ്യാം, നോ പ്രോബ്ലം. എന്തായാലും നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം ഒരു പുൾ ബാക്ക് വന്നു. നമ്മൾ കൃത്യമായിട്ടത് ബുക്ക് ചെയ്തു. ചെറിയ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം അത് പുൾ ബാക്ക് 90ലേക്ക് വന്നു. ഫർദർ എൻട്രീസ് എടുത്തിട്ടില്ല. ഇപ്പോൾ 130ലേക്ക് വന്നിട്ടുണ്ട്. 24,150 കോൾ ഓപ്ഷൻ. 130 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. Again അത് 120 ലെവലിൽ തന്നെ ഉണ്ട്. നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു ബൈയിങ് പ്രഷർ മാർക്കറ്റിലുണ്ട്. നമുക്കൊരു ബ്രേക്ക് ഔട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ഡേ ഹൈ ലെവൽ അതുപോലെ തന്നെ ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ലെവൽസാണ്. 130 ട്രേഡ് ചെയ്യുന്നത്. 24,150 കോൾ ഓപ്ഷൻ. മീൻസ് ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 20-30 പോയിൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യാം.
ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. അതുകൊണ്ട് തന്നെ എക്സ്പയറി മൂവ്മെൻറ്റ് വരുവാണെങ്കിലും നല്ല പ്രോഫിറ്റ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അല്ലാതെ ഇതേപോലെ മൂവ്മെൻറ്റ് വരാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അനാവശ്യമായ എൻട്രീസ് അവോയ്ഡ് ചെയ്യാം. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം, ഇനിയും സമയമുണ്ട്. ഒരു ബ്രേക്ക് ഔട്ട് പുട്ട് ഓപ്ഷനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു പുട്ട് ഓപ്ഷൻ എൻട്രി ഉണ്ട്. വെയിറ്റ് ഫോർ ദാറ്റ്. 140 300 put option. $45 നമുക്ക് എടുക്കാൻ പറ്റിയത്. യെസ്, ഗുഡ്. വെയിറ്റ് ഫോർ ദാറ്റ്. 60 വന്നിട്ടുണ്ട്. രണ്ടാമത്തെ എൻട്രി എടുക്കുമ്പോഴേക്കും അത് 60ലേക്ക് എത്തിക്കഴിഞ്ഞു. വെയിറ്റ് ചെയ്യാം. മൊമെൻറ്റം ഉണ്ടെങ്കിൽ വി ക്യാൻ ബുക്ക് ബിഗ് പ്രോഫിറ്റ്സ്. നോ മൊമെൻറ്റം ഇല്ല, ബട്ട് ആഡ് ചെയ്യാം നമുക്ക്. മൊമെൻറ്റം വന്നോളും. 150 ആണ് ആവറേജ് പ്രൈസ്. ഇത് 140 എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നോ വേ. അതൊരു ബൈയിങ് പ്രഷർ, കാരണം ഡേ ലോ വന്നു കഴിഞ്ഞെന്ന് തോന്നുന്നു. കോൾ ഓപ്ഷൻ, യെസ്, അതുകൊണ്ടാണ് അവിടെ ഒരു സ്പൈക്ക് വന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലൊരു മൊമെൻറ്റമാണ്. ടാർഗറ്റ് വന്നു കഴിഞ്ഞത് ഓൾറെഡി. 160 ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ 140 39 വന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കപ്പിൾ ഓഫ് എൻട്രീസും കൂടി ആഡ് ചെയ്യാം. മേ ബി അറൗണ്ട് 130. യെസ്, നമ്മൾ 145 ആക്കിയിട്ടുണ്ട് ആവറേജ് പ്രൈസ്. റിസ്ക്കിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെയിറ്റ് ചെയ്യാം. 3000 റുപ്പീസ് ലോസിലാണ് ഇപ്പോൾ നമ്മൾ. ആവറേജ് പ്രൈസ് 145. നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി ഇതിനകത്ത്. ഞാൻ ഫസ്റ്റ് എടുത്ത എൻട്രി നല്ലതായിരുന്നു, പക്ഷേ അതിനുശേഷം വന്ന എൻട്രീസ് ആവറേജ് പ്രൈസ് ഹൈ ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 50+ എടുത്തിട്ടുള്ളത്. മേ ബി 146 അല്ല 45-60 ലെവലിലേക്ക് റീടെസ്റ്റ് വരുമോയെന്ന് ഉറപ്പില്ല. എങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാം. 160 ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉള്ളൂ. നൗ ഒരു 2500 റുപ്പീസ് ലോസ്ഡാണ്. മേ ബി ഒരു കപ്പിൾ ഓഫ് ക്യാൻഡിൽസ് സർവൈവ് ചെയ്താൽ ഐ ക്യാൻ സീ വെരി ഗുഡ് പ്രോഫിറ്റ്സ്. 1000 റുപ്പീസ് ലോസിലേക്ക് വന്നിട്ടുണ്ട്. ഗുഡ് ഗോയിങ്. അറൗണ്ട് കോസ്റ്റാണ് 142. നമ്മൾ 4 എൻട്രി മാത്രമേ എടുത്തിട്ടുള്ളൂ, ബട്ട് ഇനിയും സമയമുണ്ട്. നമുക്ക് 160 വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാം. ഡെഫിനറ്റായിട്ട് ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാം. ബട്ട് ഇപ്പോൾ ഒരു റിസ്കി പൊസിഷനിൽ തന്നെയാണ്, കാരണം ഡേ ലോ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനത് ശ്രദ്ധിക്കാതെ പോയി. അതിൻ്റെ ഒരു കാരണമായിട്ട് ഇപ്പം നല്ല ലോസ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് മാക്സിമം ഫൈറ്റ് ചെയ്ത് നോക്കാം ഈ ഒരു ട്രേഡ്. ഞാനത് ഡേ ലോ കോൾ ഓപ്ഷനിൽ വന്നത് ശ്രദ്ധിച്ചില്ല. വളരെ പെട്ടെന്നായിരുന്നു അത് വന്നത്. ഇപ്പോൾ ഒരു 3000 ലോസ് ഉണ്ട്. എന്തായാലും വലിയ ലോസിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മേ ബി അതൊരു
160 റീടെസ്റ്റ് ബ്രേക്ക്ഔട്ട് ചാൻസസ് ഉണ്ട് 160, ബട്ട് എത്രത്തോളം ഉറപ്പ് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഞാനത് ബുക്ക് ചെയ്യണോ ആ ഒരു ലെവൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അതിൽ വന്നൊരു മിസ്റ്റേക്കാണ്. ബട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും റിസ്ക് എടുത്ത് കഴിഞ്ഞു, അത് മാനേജ് ചെയ്യാനേ പറ്റൂ നമുക്കിനി. നമുക്ക് 4000 റുപ്പീസ് ലോസിലാണ്. 160 വരണം. 145 ആണ് നമ്മുടെ ആവറേജ് പ്രൈസ്. സ്റ്റിൽ 10 more പോയിൻറ്റ്സ് നമുക്ക് വേണം. നമുക്ക് ഡിസിപ്ലിനോട് കൂടി വെയിറ്റ് ചെയ്യാം. 160 വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാം. 140 നമുക്ക് ബ്രേക്ക്ഔട്ട് വരും നോക്കാം. അഗെയിൻ 1000 റുപ്പീസ് ലോസിലേക്ക് വന്നിട്ടുണ്ട്, ബട്ട് സേഫ് ആയിട്ടില്ല. ഒരു റിസ്ക് റിമെയിൻസ് ദ സെയിം ഓൾവേസ്. വെയിറ്റ് ചെയ്യാം, അല്ലാണ്ട് ഇതിനകത്തൊന്നും ചെയ്യാനില്ല. നമ്മൾ റിസ്ക് മാനേജ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 160 വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഡൗൺ ആയിക്കഴിഞ്ഞാൽ അത് സീറോയിലേക്ക് പോകും ഉറപ്പായിട്ടും. 3000 ലോസിലുണ്ട്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു അത്. ഞാനത് 140 വന്നതിന് ശേഷം എടുക്കാമെന്ന് വിചാരിച്ചു. എടുക്കുമ്പോഴേക്കും അത് വളരെ പെട്ടെന്ന് അത് മൂവ് ചെയ്തു. ഞാൻ 135 എടുത്തു. നല്ലൊരു എൻട്രി ആയിരുന്നു അത്. ഇപ്പോൾ പിന്നെ എടുത്തത് 150 പ്ലസ് 50 51 അതാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത്. ഈ ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ ഇത് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇതിൽ നമുക്ക് കുറച്ച് റിസ്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓഫ് കോഴ്സ് എന്തായാലും അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തത് ഈ ട്രേഡ് എടുക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ടാർഗറ്റ് 160. ഇനി ആഡ് ചെയ്യാതെ തന്നെ അത് ടാർഗറ്റ് ചെയ്യാൻ നോക്കാം. അതാണ് ഓൺലി തിങ് വി ക്യാൻ ഡു. ഇപ്പോൾ കറൻ്റ്ലി 2500 റുപ്പീസ് ലോസിലാണ്. ബട്ട് നമ്മൾ ലോസ് പ്രോഫിറ്റ് നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ പൊസിഷൻ ലെവൽസ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. 2000 റുപ്പീസാണ് ഈ ഒരു പൊസിഷനിലുള്ള ലോസ്. ഓവറോൾ 1700. ഓൾറെഡി നമ്മൾ 400 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലാതെ ഇതിനകത്തൊന്നും ചെയ്യാനില്ല. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഒരു ഡേ ലോ ശ്രദ്ധിക്കാതെ വിട്ടുപോയി. അപ്പോൾ ഡേ ലോ എന്നൊരു പുൾ ബാക്ക് വന്നതാണെങ്കിൽ ഇത് ലോ റീടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പുട്ട് ഓപ്ഷനിൽ എന്തായാലും ബ്രേക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട് 160 ലെവൽ. ബട്ട് ഒന്നും നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല, കാരണം ഇന്ന് എക്സ്പയറി ഡേ കൂടിയാണ്. നമ്മുടെ ആവറേജ് പ്രൈസ് ഫർദർ ഡൗൺ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല, കാരണം റിസ്ക് അതിനനുസരിച്ച് കൂടും. അതുകൊണ്ട് തന്നെ ഞാനതിന് ശ്രമിച്ചിട്ടില്ല. നമ്മൾ ഓൾറെഡി 4 ലോട്ട്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ ടാർഗറ്റ് ഏരിയസ് കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. 160 ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അതിനുള്ള പേഷ്യൻസ് നമുക്ക് എന്തായാലും ഉണ്ടായേ പറ്റൂ. $152, $3, wait, $4, $5, good, $155, 160 വന്നു സ്ക്വയർ ഓഫ് 8 ഓൾമോസ്റ്റ്. യെസ് ഗുഡ്. യെസ്, സ്ക്വയർ ഓഫ് ചെയ്തു. നമ്മൾ 3600 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. വെരി റിസ്ക്കിയാണ് ആ ഒരു ട്രേഡ്. യെസ്, 159.75 നമ്മൾ ബുക്ക് ചെയ്തത്. എനിവേ എന്തായാലും നമുക്ക് ആ ഒരു ഡേ ലോ വന്നത് കൊണ്ടൊരു പ്രഷർ ഉണ്ടായിരുന്നു ആ ഒരു ട്രേഡിൽ. പക്ഷേ നമ്മുടെ ഡിസിപ്ലിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ലോട്ട്സ് ആഡ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അത് നമ്മൾ കൺട്രോൾ ചെയ്തു നല്ല രീതിയിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നമ്മൾ ആ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാതിരിക്കാം. നമുക്ക് വേണമെങ്കിൽ 10 ലോട്ട്സ് ആഡ് ചെയ്യാം, പക്ഷേ അങ്ങനെ ആഡ് ചെയ്യേണ്ട ഒരു പോയിൻ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഡേ ലോ ഓൾറെഡി വന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കോൾ ഓപ്ഷനിൽ. അപ്പോൾ അവിടെ നിന്നും വരുന്നൊരു പുൾ ബാക്ക് മേ ബി കുറച്ചുകൂടി മുകളിലേക്ക് കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ മാർക്കറ്റിനെ കൊണ്ടുപോകാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് 160 വരുമെന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ കൃത്യമായിട്ട് 160 വന്നു. നമുക്കൊരു 3600 റുപ്പീസാണ് അതിൽ ബുക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ പ്ലാൻ പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു 24,150 ലെവൽ, ഇപ്പോൾ സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഡേ ലോ വന്നിട്ടില്ല, പക്ഷേ ഓപ്ഷനിൽ കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഡേ ലോ വന്നു. ആ ഡേ ലോ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ചെറിയൊരു ബൈയിങ് പ്രഷർ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റിയത്. നമ്മൾ വളരെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്തു. അപ്പോൾ ഓക്കെ, എന്തായാലും ഇനി ഒരു മൊമെൻറ്റം പുട്ട് ഓപ്ഷനിൽ വരുമോ നമുക്ക് നോക്കാം. അതിനുശേഷം ഫർദർ എൻട്രീസ് എടുക്കാം. ആസ് ഓഫ് നൗ നമ്മൾ നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഓവറോൾ 4K പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേഡ് 3.6K ആണ് ബുക്ക് ചെയ്തത്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യാം.